പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽവേള കാണുവാനുള്ള ഭാഗ്യം വീണ്ടും ദൈവം നമുക്ക് തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവവചനമായി ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വാക്കുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടു. നമ്മുടെ ദൈവം ആരാണ്? നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. കർത്താവിന് സ്തോത്രം. മാനുഷികമായ നിലയിൽ നാം കരുതുന്നതൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നാം അറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ചില വിഷയങ്ങളിൽ മേൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതലായി കടന്നു വരുന്നവനായ ദൈവം. സ്തോത്രം. പത്രോസ് ആധികാരികമായി അത് ദൈവജനത്തോട് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഈ വചനം ഏറ്റെടുക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്: എൻ്റെ കുടുംബത്തിന് വേണ്ടി ആർ കരുതും? എനിക്ക് വേണ്ടി ആർ കരുതും? എൻ്റെ മക്കൾക്ക് വേണ്ടി ആർ കരുതും? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആര് കരുതിയില്ലെങ്കിലും ദൈവം നിങ്ങൾക്കായി കരുതും. ദൈവത്തിന് സ്തോത്രം. കനാവിലെ കല്യാണ വീട്ടിൽ അവർ വർഷങ്ങളായി കരുതി വെച്ചതാണ് ഒരു നിമിഷം കൊണ്ട് തീർന്നുപോയത്. തീർന്നുപോയ സ്ഥാനത്ത് കരുതി വെക്കാത്തതും കൃപയുടെ ദാതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നതുമായ ദൈവിക കൃപ പകർന്ന് അവർക്ക് വേണ്ടി ഒരു കരുതൽ അവിടെ പ്രദർശിപ്പിക്കുവാനിടയായി. ഏലിയാവ് ചൂരച്ചെടിയുടെ തണൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ കരുതലായി ദൈവം തൻ്റെ സൃഷ്ടിയിലൊരു ഭാഗമായ കാക്കയെ അനുസരണയോടെ പറഞ്ഞു വിട്ട് തൻ്റെ ദാസന് വേണ്ടി ഭക്ഷണം കൊണ്ട് കൊടുത്ത് കരുതുന്നൊരു ദൈവത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ ദൈവം കരുതും. മറ്റുള്ളവർ കരുതുന്നോ ഇല്ലയൊന്നും നമ്മുടെ വിഷയമല്ല. ആരെയും നോക്കി, മറ്റുള്ളവരെ നോക്കി നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് വേണ്ടി കരുതിയത് ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായ നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള മരണം വരെ നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടുവീൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട 3 കാര്യമേ ഉള്ളൂ. ദൈവം നമുക്കായി കരുതി വെച്ചത് ലഭിക്കണമോ, നീ ദൈവത്തോട് യാചിക്കണം. ദൈവം നിനക്കായി കരുതി വെച്ചത് നിനക്ക് ലഭിക്കണോ, നീ ദൈവത്തോട് നിലവിളിക്കണം. ദൈവം നിനക്കായി കരുതി വെച്ചത് ലഭിക്കണമോ, നിരന്തരമായി ദൈവത്തോട് മുട്ടിക്കൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം ആ ഒരു ശീലം നമുക്കുണ്ടാകട്ടെ. ദൈവം സകലതും കരുതി വെച്ചിരിക്കുന്നു. പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൽ വെച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ഭാരങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ വയ്ക്കുക. ദൈവം നിങ്ങളെ കരുതും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ദൈവം നടത്തി തരും. വിശ്വസിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഒന്നിനാ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നിങ്ങൾ പല വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുക. പലരോട് പല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ചില ആവശ്യങ്ങൾ ഇന്നുണ്ട്. മക്കളുടെ ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ വാടക കൊടുക്കണം, അല്ലെങ്കിൽ കടക്കാരുടെ കടം വാങ്ങിച്ചത് കൊടുക്കണം, പലിശ കൊടുക്കണം, മറ്റു പല ബാധ്യതകൾ തീർക്കാൻ കാണും. വിഷമിക്കേണ്ട. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോകുകയാണ്. ആ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കർത്താവിനോട് ചേർന്നിരുന്ന് നിങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുക. ഇന്ന് പകൽക്കാലം ദൈവം കരുതും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.